സമയത്ത് നമ്മൾക്ക് വേണ്ട ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് മാരേജ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ആധാർ കാർഡിന്റെ കോപ്പി. പിന്നെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞങ്ങളുടെ മാരേജ് രജിസ്റ്റർ ചെയ്തിട്ടില്ല, അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോൾ കല്യാണം അമ്പലത്തിൽ വെച്ചിട്ടൊക്കെയാണ് കഴിഞ്ഞതെങ്കിൽ നമുക്ക് അമ്പലത്തിൽ നിന്ന് കല്യാണത്തിന്റെ ഒരു റെസിപ്റ്റ് കിട്ടും, അത് യൂസ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നമ്മൾക്ക് മാരേജിന്റെ ഇൻവിറ്റേഷൻ കാർഡ്, അതുപോലെ തന്നെ മാരേജ് ഫോട്ടോസ്, ഇതെല്ലാം നമ്മൾക്ക് പ്രൂഫായിട്ട് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ ഒരു ഡിവോഴ്സ് ഫയൽ ചെയ്യാൻ നേരത്ത്, ഒരു കണ്ടസ്റ്റിംഗ് ഡിവോഴ്സ് ഫയൽ ചെയ്യാൻ നേരത്ത് എന്തൊക്കെ നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടതായിട്ട് ഇരിക്കുന്നു, അതായത് ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ പ്രൂഫ് വേണോ എന്നൊക്കെ ചോദിച്ചാൽ, ഇപ്പം ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫിന് ഒരു ഇലിസിറ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്, വേറൊരു സ്ത്രീ അല്ലെങ്കിൽ പുരുഷനായിട്ട് ബന്ധമുണ്ടെങ്കിൽ നമ്മൾക്ക് അതിനുള്ള പ്രൂഫ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് അവരെയും കൂടി ഡിവോഴ്സിൽ കക്ഷി ചേർത്ത് ഡിവോഴ്സ് ഫയൽ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ വിദേശത്തുള്ള ഒരാളാണ് ഡിവോഴ്സ് ഫയൽ ചെയ്യുന്നത്, അത് മ്യൂച്വൽ ആയിക്കോട്ടെ ഒരു കണ്ടസ്റ്റഡ് ഡിവോഴ്സ് ആയിക്കോട്ടെ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പവർ ഓഫ് അറ്റോർണിയും നമ്മൾക്ക് വേണ്ടതാണ്. അതുപോലെ തന്നെ പവർ ഓഫ് അറ്റോർണി ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു പെറ്റീഷനും നമ്മൾ ഫയൽ ചെയ്യേണ്ടതായിട്ട് ഇരിക്കുന്നു. അപ്പോൾ ഇത്ര ഡോക്യുമെന്റ്സ് ആണ് ബേസിക്കലി നമുക്ക് ഡിവോഴ്സ് ഫയൽ ചെയ്യാൻ നേരത്തെ വേണ്ടി വരിക.